എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുത്തശ്ശി നയനയോട് ചോദിക്കുന്നുണ്ട്, കരൾ ദാനമായിട്ട് കൊടുത്തത് മോളാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവോ, അതുകൊണ്ടാണോ ദേവി എനിക്ക് ഇത്ര സ്നേഹം എന്നൊക്കെ. ഇല്ല 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 മുത്തശ്ശി, ഒരിക്കലും അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. കാര്യം ഇപ്പോഴും എന്നോട് പറഞ്ഞതേ ഉള്ളൂ, കരൾ ദാനം തന്ന് കുട്ടിയെ കണ്ടുപിടിക്കണം, കാര്യം അതാണ് നല്ല പെൺകുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ തല തോർത്ത് തന്നുകൊണ്ടിരുന്നപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടായിരുന്നേന്നൊക്കെ ഇങ്ങനെ പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ മോൾക്ക് പറഞ്ഞുകൂടായിരുന്നു ഞാനാണ് കരൾ തന്നേന്നുള്ള കാര്യം. അതെങ്ങനെ പറയും മുത്തശ്ശി, ആദർശേട്ടനും അച്ഛനൊക്കെ എന്നെ വഴക്ക് പറയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പോയി കോലം ഇട്ടോട്ടെ, സമയമായി എന്നൊക്കെ പറഞ്ഞിട്ട് കോലം ഇടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന കോലം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവേനി അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ദേവേനി കോലം ഇങ്ങനെ നോക്കിയിട്ട് ആലോചിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ മോള് ഇതേപോലെ കോലം ഇടുന്നുണ്ട്. പക്ഷെ അന്നന്ന് ഞാൻ ഇതിൻ്റെ മഹത്വമൊന്നും ഞാൻ അറിഞ്ഞില്ല. അതുപോലെ ഇങ്ങനെ ഒരു മരുമോളെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയനെ കാണുന്നുണ്ട്. ദേവേനി വന്ന് നിൽക്കുന്ന എൻ്റെ ചോദിക്കുകയാണ്, അമ്മ ഇവിടെ വന്ന് നിന്ന് ആസ്വദിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ആസ്വദിച്ച് തുടങ്ങിയത്, മോളെ തിരിച്ചറിഞ്ഞതിന് ശേഷം. എന്നിട്ട് ദേവേനി ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ ഗ്രൗണ്ടിൽ പോയി ഒന്ന് നടന്നാലോ, നടക്കുന്നത് നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനിപ്പം കുറേ നാളായി നടന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പോവാം ഞാൻ എന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ അത് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. പറയുന്നുണ്ട്, ഞാൻ കുറച്ച് അപ്പുറത്തോട്ട് മാറി നിൽക്കാം, നീ പോയി റെഡി ആയിട്ട് വാ, അപ്പോഴത്തേക്കും നമുക്ക് ഗ്രൗണ്ടിൽ പോയി നടന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നയന സമ്മതം പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ എനിക്ക് പോയി റെഡി ആയിട്ട് വാ എന്നൊക്കെ ദേവേനി പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന റൂമിലോട്ട് വരുന്നുണ്ട്. നയന റൂമിലേക്ക് വന്ന ശേഷം ആദർശം നല്ല ഉറക്കമായിരിക്കും കേട്ടോ. അങ്ങനെ നയന പതുക്കെ വന്നിട്ട് ജോഗിങ്ങിന് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് വന്ന് ആദർശനെ നോക്കിയിട്ട് പറയാണ്, എൻ്റെ ഭർത്താവ് നന്നായിട്ട് ഉറങ്ങിക്കോ, ഞാനൊന്ന് അമ്മയുടെ പുറത്തോട്ട് പോയി ഒന്ന് നടന്നിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാൻ കേട്ടോ, ഡ്രസ്സും എടുത്തിട്ട്. അങ്ങനെ അവർ രണ്ടും കൂടെ നടക്കുമ്പോൾ ദേവേനിയോട് നയന പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടന് സംശയം കാണും ഞാനിങ്ങനെ നടക്കാൻ പോയത് എന്താണെന്ന് പെട്ടെന്ന്. കാര്യം ആദർശേട്ടൻ ഇതിനു മുമ്പ് നടക്കാനൊക്കെ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ നടക്കാനൊന്നും വന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അത് ശരിയാണ്, ജയൻ ചേട്ടനും ചിലപ്പോൾ സംശയം കാണും, ജയന് നടക്കാൻ വരുന്ന സമയത്തേക്ക് എന്നെ വിളിക്കുമ്പോൾ ഞാനും വരാറില്ല. ഇനി അച്ഛനും മോനും കൂടെ ഒരുമിച്ച് ഇതിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ എല്ലാ കള്ളക്കളികളും പൊളിയെന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് എത്ര കാലം നമ്മളിങ്ങനെ അവരെ നിന്ന് മറച്ച് വയ്ക്കുമെന്നൊക്കെ നയനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, പോകുന്നത് വരെ പോകട്ടെ, പിന്നെ മോളെ എനിക്ക് അന്ന് സർജറി സമയത്തും എന്നെ കാണാൻ വന്നപ്പോൾ ആദർശിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് മോളെ ഞാൻ ഒരുപാട് പറഞ്ഞ് ആട്ടി ഒളിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ല അമ്മ, ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും കളയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയാണ്, അതൊന്നും അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല മോളെ, ഇനി ഇനി അതറിഞ്ഞിട്ടാണ് മോളെ സ്നേഹിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവരൊക്കെ ഓരോന്നോരോന്നായിട്ട് എന്നെ ചോദിക്കുമെന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇത് അവസാനിപ്പിച്ചിട്ടല്ലേ നമുക്ക് മതിയാവൂ, അതിനുള്ള കാരണം മോള് തന്നെ ഒരു സാഹചര്യം ഒരുക്കി തരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് സാഹചര്യം അമ്മേ, ഞാനിങ്ങനെ ഒരുക്കേണ്ട, അത് മോളൊരു എന്നെ ഒരു മുത്തശ്ശിയാക്കിയാൽ മതി, അല്ലെങ്കിൽ മോളെ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കുന്ന അറിയുമ്പോൾ എനിക്ക് സന്തോഷമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ പയ്യെ മാറ്റവും വരുത്താം, അതുകൊണ്ടാണ് ഞാൻ മരുമോളെ സ്നേഹിക്കുന്നതെന്നും ആക്കാം എന്നൊക്കെ ഇങ്ങനെ ദേവേനി ഓരോ കാര്യങ്ങളിങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ വന്ന് ഒരിടത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നയന ഇപ്പോൾ എനിക്ക് അമ്മയെ കാണാതിരിക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് വീട്ടിലേക്കൊന്നും പോവാത്തത്, ഞാൻ ഓരോ ദിവസം കഴിയും തോറും ഞാൻ അമ്മയുടെ അടുത്ത് കൂടുതലായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ദേവേനിയും പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ്, എനിക്കിപ്പോൾ മോൾ ഓഫീസിൽ പോയിട്ട് വരുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, മോളെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഓരോരുത്തർ കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അമ്മയും മരുമോളും തമ്മിൽ പിരിയാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്കൊരു ആത്മബന്ധത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശ് ഉറക്കമൊഴിക്കുന്ന സമയത്ത് തന്നെ മുത്തശ്ശി ചായയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇന്ന് കണി ഭാര്യയല്ല എന്നെയാണ് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പറയാണ്, അത് മുത്തശ്ശിയല്ലേ ഞാൻ കുഞ്ഞിലെ മുതലേ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ലതാണ് മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നയന എവിടെ പോയി എന്ന്. അപ്പോൾ പറയാണ്, അമ്മയമ്മ നടക്കാനെന്നും പറഞ്ഞുകൊണ്ട് പോയി, അതിന് പിന്നാലെ നയനയും പോയെന്നെങ്കിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിന് അവൾ പോണ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ,
പോകണമെന്നെങ്കിൽ ഇന്നലെ തന്നെ അവൾ പറയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒറ്റയ്ക്കാണോ പോയെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും അമ്മായിയമ്മയും മരുമകളും കൂടെയാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി ഓരോ കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. നയനെ പോലൊരു മരുമകളെ കിട്ടിയത് ഭാഗ്യമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. മുത്തശ്ശിന് ഇപ്പോൾ ചെറുകുട്ടികളെക്കാട്ടിയും അല്ലെങ്കിൽ ഇവിടെ വന്ന മരുമക്കളെക്കാട്ടിയിട്ട് ഏറ്റവും ഇഷ്ടം നയന മോളെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശന്. അതപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശിന് മാത്രമാണോ, മുത്തശ്ശിക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ്, മോന് വിഷമമൊന്നും ആവരുത്, എനിക്കും മോളെ തന്നെയാണ് ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മോളെ കിട്ടിയത് നമ്മളെ ഭാഗ്യമാണെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞതിന് ശേഷം മുത്തശ്ശി അങ്ങ് എണീച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ആദർശ് വിചാരിക്കുന്നുണ്ട് ഇപ്പം എല്ലാവരെയും പിന്നിലാക്കിയിട്ട് നീ മുന്നിലായല്ലേ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് ഈ ഗ്രൗണ്ടിൽ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും നയനയും ദേവയാനിയും കൂടെ ഇങ്ങനെ നടക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും നയനെ കാണുന്നുണ്ട് ആദർശ് വരുന്നത്. അയ്യോ ആദർശേട്ടൻ വരുന്നമ്മേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവേണമെന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോവേണ്ട കേട്ടോ. പെട്ടെന്ന് അങ്ങ് മാറിക്കളയുന്നുണ്ട്. അപ്പോൾ ആദർശ് വന്നിട്ട് ദേവയാനി അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഒറ്റയ്ക്ക് വന്നത്, നയന എവിടെ, നയനയും വന്നാണല്ലോ അറിഞ്ഞത്, എവിടെ? നയന വന്നോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, അവളുണ്ടാകുന്ന അറിഞ്ഞത് ഞാൻ അപ്പോൾ തന്നെ പോയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടം വരുമ്പോൾ ഇവിടെയാണ് സാധാരണ വരുന്നത്, ഇനി അവൾ എങ്ങോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് അന്വേഷണം പറയുന്നുണ്ട് നീ ഇപ്പോൾ വരുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാം ഞാൻ ഉറങ്ങിപ്പോയി, അത് അന്വേഷിച്ച് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എണീച്ച് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അവളെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട് അവളുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിനുശേഷം പറയാണ് വാ അമ്മേ നമുക്ക് ഒരു റൗണ്ടും കൂടെ ഇങ്ങനെ നടക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പം വിശ്രമിച്ചിട്ട് വരുന്നതുകൊണ്ട് നടന്നതേ ഉള്ളൂ, എനിക്കിനി വയ്യ, ഇനി ഞാൻ പോകുന്നുണ്ട്, നീ വേണമെങ്കിൽ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്തായാലും പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം ദേവനെ അവിടെ അത്ര ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. മോളിതെവിടെ പോയി, എങ്ങോട്ട് പോയതാ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് അമ്മ ഇത് ആരെയാണ് നോക്കുന്നതെന്നൊക്കെ. പറയുന്നത് ഞാൻ ആരെയും നോക്കുന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ദേവയാനിയും ആദർശിൻ്റെ കാറിലിങ്ങനെ പോവേണം കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ നടന്നു പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അയ്യോ നയനയല്ലേ പോകുന്നതെന്ന് ആദർശ് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട് നയനയാണോ എന്ന്, അത് അമ്മയ്ക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പാവം ഒരുപാട് നടന്നെന്നാ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് കാർ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് നയനയുടെ അടുത്ത് നീ എന്താ ഗ്രൗണ്ടിൽ ഓടാതെ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് അല്ല ഞാൻ ആദ്യം ഗ്രൗണ്ടിൽ തന്നെയാണ് പോയത്, അപ്പോൾ അവിടെ അമ്മയെ കാണുന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് നടന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ദേവേനി പറയാണ് അതെന്തായാലും നന്നായി, അതുകൊണ്ട് ഞാൻ അവിടെ സൗകര്യമായിട്ട് അവിടെ നടന്നു എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നീ കയറ്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയാണ് ഇല്ല ഞാൻ എന്തായാലും നടക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ, ഞാനൊന്ന് നടന്ന് വയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഇവർക്ക് കയറാൻ ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം എന്ന് ദേവേനി പറയണുണ്ട്. അയ്യോ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞിട്ട് കയറുന്നുണ്ട് കേട്ടോ കാറിൽ നയനയും കൂടെ. എന്നിട്ട് ആദർശ് പറയാണ് എങ്ങനെയാണ് രണ്ടുപേർക്കും ഒരുമിച്ച് നടക്കാൻ ഇറങ്ങിയെന്ന് തോന്നിയെന്ന് അറിയില്ല, എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിലിപ്പോൾ ഒരുമിച്ചാണ് ചിന്തിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് ആദ്യം ഞാനാ നടക്കാൻ വേണ്ടി ഇറങ്ങിയെന്നിങ്ങനെ പറയുകയാണ്, അത് കണ്ടിട്ടായിരിക്കും എവളും എൻ്റെ പിന്നാലെ വന്നതെന്നിങ്ങനെ പറയണം. അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് വയ്യാത്തല്ലേ, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പിന്നാലെ വന്നത്, അമ്മ ഗ്രൗണ്ടിൽ നടക്കുന്നത് കണ്ടിട്ടാണ് പിന്നെ ഞാൻ മാറി നടന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ എന്താ ശ്രദ്ധ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുമാതിരി ചിരിക്കുന്നുണ്ടേ, മനസ്സിൽ ഫേസിൽ നന്നായിട്ട് ഉണ്ട് ഒരു കളിയാക്കൽ പോലെ. അപ്പം നയന പറയുന്നുണ്ട് എനിക്ക് എല്ലാവരുടെ കാര്യത്തിലും ശ്രദ്ധയുണ്ട്, എൻ്റെ കാര്യത്തിൽ ആർക്കും ശ്രദ്ധയില്ലാതെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുകയാണ് ഇനി രണ്ടുപേരും കൂടെ വഴക്ക് കൂടണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇനി അവിടെ നമുക്കൊരു വെജിറ്റബിൾ ജ്യൂസ് കുടിച്ചിട്ട് പോവാം, നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയാം എനിക്ക് വേണ്ട ജ്യൂസൊന്നും, അത് കരളിനൊക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട് എങ്കിൽ നിൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ പറയുകയാണ്. അതിന് അവളെ കരളിനല്ലോ കുഴപ്പമുണ്ടായിരുന്നതെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. കരളിനല്ലെങ്കിലും അവൾക്ക് തലയ്ക്കാണ് കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ ദേവേനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്തേക്ക് നയനങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കണ്ടില്ലേ ഇരുന്ന് ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.